ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സൂര്യതാപം, ഇപ്പോഴത്തെ സീസണിലെ കനത്ത ചൂട്, ഇത് നമുക്ക് ദിവസവും പത്രത്തിലുള്ള വാർത്തകൾ കാണാം. കേരളത്തിൽ പല ഭാഗത്തും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദിവസവും ഈ കനത്ത വെയിലേറ്റ് കുഴഞ്ഞു വീഴുന്ന ആൾക്കാർ, അതുകൊണ്ട് സ്കിന്നിൽ വരുന്ന പ്രോബ്ലംസ്, ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതെല്ലാം ആണെങ്കിലും നമുക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാതിരിക്കാൻ സാധിക്കുമോ അല്ലേ? നമ്മുടെ നാട്ടിൽ ഏകദേശം ഇപ്പോൾ 40 ഡിഗ്രി വരെ ചൂട് വന്നിട്ടുണ്ടെങ്കിലും തമിഴ്നാട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 42, 43 ഒക്കെ ഓൾറെഡി ചൂടുണ്ട്. അവിടെയൊന്നും പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നമില്ലല്ലോ. നമ്മുടെ കേരളത്തിൽ മാത്രം എന്താ ഇങ്ങനത്തെ പ്രശ്നമൊന്നും ചിന്തിക്കുന്നവരുണ്ടാവും. യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും കൂടെയാണ്. അതായത് അന്തരീക്ഷത്തിൽ ഈ നമുക്ക് നീരാവി തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീടിനകത്തിരുന്നാൽ പോലും നമ്മൾ വെയിൽ കൊണ്ടില്ലെങ്കിൽ പോലും അമിതമായിട്ടുള്ള ചൂടും വിയർപ്പും വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. വെയിൽ കൊള്ളുകയാണെങ്കിലോ നേരിട്ടുള്ള സൺ ഹീറ്റും അതോടൊപ്പം നമുക്ക് ഈ നീരാവിയുടെ ഒരു ഹ്യൂമിഡിറ്റിയുടെ ഒരു എഫക്റ്റും കൂടെ ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ, നമുക്ക് വല്ലാണ്ട് ഉഷ്ണവും ബുദ്ധിമുട്ടും ഫീൽ ചെയ്യും. അതായത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് വിയർക്കുകയും ചെയ്യും, അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിന് തളരുകയും ചെയ്യും. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ആൾക്കാർ ഈ വെയിലേറ്റ് കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 40ലേക്ക് വരുന്നു. ഇനി ഈ വേനൽക്കാലം കടന്നു പോകാൻ ഇനി ഒരു മാസം കൂടെ ഈ കനത്ത വേനലും ചൂടും നമ്മൾ സഹിക്കേണ്ടതുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ വെയിലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ജോലി ചെയ്തല്ലേ പറ്റത്തുള്ളൂ. പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കുഴഞ്ഞു വീഴലോ ഹീറ്റ് അടിച്ചിട്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഹീറ്റ് സ്ട്രോക്ക് ലക്ഷണങ്ങളോ നമുക്ക് ഇത് കഴിഞ്ഞിട്ടെങ്കിലും ബാധിക്കും. സാധാരണ വെയിലേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഉടനെ വരികയോ, ചിലപ്പോൾ സ്കിന്നിൽ ആ സമയത്ത് ഉടനെ വരികയോ, ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞോ ആയിരിക്കും പലരിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. 2 തരത്തിലാണ് ഈ കനത്ത ചൂട് അല്ലെങ്കിൽ ഈ വെയിൽ നമ്മളെ ബാധിക്കുന്നത്. ഒന്ന്, നേരിട്ട് ഈ വെയിൽ നമ്മുടെ സ്കിന്നിൽ തട്ടിയിട്ട് ആ ഭാഗത്ത് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, ചൊറിച്ചിൽ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. രണ്ടാമത്തത്, ഈ വെയിലേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള കോർ ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടും. നമ്മുടെ ശരീരത്തിൻ്റെ നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 35 മുതൽ 37 ആവറേജ് നമ്മുടെ ശരീരം പ്രവർത്തിക്കും. ഓരോ ഡിഗ്രിയും കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. 40 ഡിഗ്രി ചൂടിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഉൾവശം എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡികൾ ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല. നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല. അതായത് ശരീരത്തിലുള്ള ഈ അമിതമായിട്ടുള്ള ചൂടിനെ പുറത്തേക്ക് കളയാൻ ഈ വിയർപ്പ് പോലുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇതൊന്നും ശരിയായിട്ട് പ്രവർത്തിക്കാതെ വന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള പല പ്രോട്ടീനുകളും ഡീനേച്ചർ ചെയ്യപ്പെടുകയും നമ്മൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. നമ്മളിപ്പോൾ വെയിലത്ത് ഏറ്റ് കഴിഞ്ഞാൽ സ്കിന്നിൽ കാണുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് സ്കിന്നിൽ പൊള്ളലേറ്റ് വരുന്നത്, നമുക്ക് ഡയറക്റ്റ് തീപ്പൊള്ളലേറ്റുന്ന പോലുള്ള ലക്ഷണം കാണിച്ചു എന്ന് പറയാം. അതിനേക്കാൾ മുന്നോടിയായിട്ട് സ്കിന്നിന് ചുവപ്പ് നിറം വരും, സ്കിന്നിന് ഇറിറ്റേഷൻ, ചൊറിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ട് കാണും. പലപ്പോഴും വെയിലത്ത് പോയിട്ട് തിരിച്ചു വന്ന രാത്രിയോ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും നമുക്ക് ഈ ചൊറിച്ചിൽ വരുന്നത്. ഇത്തിരി ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ചൊറിച്ചിൽ വന്നാൽ മാറാത്ത ഒരു സാഹചര്യം, സ്ഥിരം ചൊറിച്ചിലും ബുദ്ധിമുട്ടുമായിട്ട് വരുന്ന ഒരു സാഹചര്യം വന്നു എന്ന് പറയാം. ഇതെല്ലാം ഇപ്പോഴത്തെ കനത്ത ചൂട് വെയിലും നമ്മുടെ സ്കിന്നിലേറ്റാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമുക്ക് ഉള്ളിലേക്ക് നമ്മുടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ആദ്യം നമുക്ക് ഭയങ്കരമായിട്ട് വിയർപ്പ് ഫീൽ ചെയ്യും. വിയർപ്പിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വല്ലാത്ത ക്ഷീണവും പരവേശവും തളർച്ചയും ഫീൽ ചെയ്യും. വായൊക്കെ വരണ്ടുണങ്ങുന്ന പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ, തല കറങ്ങുന്ന പോലെയുള്ള ലക്ഷണം ഫീൽ ചെയ്യും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ തെർമോസ്റ്റാറ്റ് ശരിയായിട്ട് പ്രവർത്തിക്കാത്തതാണ്. പരമാവധി നമ്മുടെ ശരീരം ഈ വിയർപ്പിനെ വഴിക്ക് ഈ ചൂട് പുറന്തള്ളാൻ ശ്രമിക്കും കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ പോകുമ്പോഴാണ് ഈ തെർമോസ്റ്റാറ്റ് തകരാറിലാകുന്നതും പിന്നെ ഈ തളർച്ചയും ക്ഷീണവും വരുന്നത്. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് മാറിക്കോണം. ഇല്ലെങ്കിൽ അവിടെ തന്നെ കുഴഞ്ഞു വീണ് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം പോയി, പ്രത്യേകിച്ച് ഹൃദയം ഫെയിലറായി മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ പ്രശ്നമല്ല, കേരളത്തിൽ ഓൾറെഡി ഇതിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വെയിലത്തേക്ക് പോകുമ്പോൾ ഉടനടി നിങ്ങൾ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കണം. വെയിലത്തേക്ക് പോകുമ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് കൈകളുടെ ഭാഗങ്ങൾ, ബൈക്കിലൊക്കെ പോകുമ്പോൾ ചൂടടിക്കാതെ നോക്കണം. 1 മാസം മുമ്പ്, ഇപ്പോഴത്തെ കനത്ത ചൂട് വരുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ബൈക്കിൽ പോയ സമയത്ത് ഹാഫ് കൈ ഷർട്ടാണ് ഇട്ടിരുന്നത്. എൻ്റെ കൈയുടെ ഇത്രയും ഭാഗം പുറത്ത് കാണുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം ഞാൻ ബൈക്കിൽ ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് വെയിൽ നേരിട്ടടിക്കുന്ന സാഹചര്യം വന്നപ്പോൾ കൈക്കൊരു ഇറിറ്റേഷനും ചൊറിച്ചിലും. ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഞാൻ എത്രത്തോളം വെയിൽ കൊണ്ടിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് ഇത്രയും പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അത്രത്തോളം ഇപ്പോഴത്തെ സീസണിലെ വെയിലിൽ അൾട്രാ വയലറ്റ് റേസ് നമുക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വന്ന് ഞാൻ ഫസ്റ്റ് എയ്ഡ് ചെയ്തതുകൊണ്ട് എനിക്ക് ആ സ്കിന്നിൽ പ്രോബ്ലം ഉണ്ടായില്ല. നിങ്ങൾ അതുകൊണ്ട് തന്നെ പുറത്ത് പോയി കഴിഞ്ഞിരുന്നാൽ, അതിപ്പോൾ എത്ര നിങ്ങളുടെ സ്കിന്ന് നോർമലാണെങ്കിലും, എത്ര നിങ്ങൾക്ക് ഹീറ്റ് ടോളറൻസ് ഉണ്ടെങ്കിലും, ഇപ്പോഴത്തെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഈ വിയർപ്പിനോട് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്. കൂടുതൽ നേരം വെയിലത്ത് നിൽക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഗവൺമെൻറ് പറയുന്നത് രാവിലെ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള വെയിൽ കൊള്ളരുത്, ആ ഒരു സമയത്ത് വെയിലത്ത് നിന്ന് പണി ചെയ്യരുതെന്ന്. പുറത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രത്തോളം വേഗം വെയിലത്ത് നിന്ന് മാറി നിൽക്കുക. ഒന്ന് ശരീരം കവർ ചെയ്യുക, അതായത് ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സസ് കൊണ്ട് ശരീരം കവർ ചെയ്യുക. നിങ്ങൾക്ക് ലൈറ്റ് കളർ ഡ്രസ്സസ് ഉപയോഗിക്കുക. കടും നിറത്തിലുള്ള കളറുകൾ, പ്രത്യേകിച്ച് നീല, കടും നീല,
ബ്ലാക്ക് കളറ്, കടും ചുവപ്പ് കളറുള്ള വസ്ത്രങ്ങൾ ഈ ഒരു സമയത്ത് വെയിലിലേക്ക് പോകുമ്പോൾ ഉപയോഗിക്കാതിരിക്കുക. ഒരു കുട നിർബന്ധമായിട്ടും അണിയാൻ നോക്കുക, സൺസ്ക്രീൻ ഉപയോഗിക്കാൻ നോക്കുക, എന്നിട്ട് മാത്രം പോവുക. ജോലി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു വരിക. എന്നിരുന്നാൽ പോലും ഈ ഹീറ്റിൻ്റെ എഫക്റ്റ് ശരീരത്തിലുള്ളതുകൊണ്ട് ഇത് മാറ്റാനായിട്ട് ചെയ്യേണ്ടത്, വസ്ത്രങ്ങൾ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിൽ ഐസ് പാക്ക് ഉണ്ടെങ്കിൽ ഐസ് പാക്ക് ഉപയോഗിച്ച് ഇമ്മീഡിയറ്റ്ലി ശരീരം തണുപ്പിക്കുക. സ്കിന്നിൻ്റെ പ്രോബ്ലം, നിങ്ങൾക്ക് ആ ഇറിറ്റേഷൻ മാറുന്നതിന് വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ടവലില്ലേ, ടവല് ഇമ്മീഡിയറ്റ്ലി വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നിങ്ങൾ എവിടേക്കാണോ വെയിൽ കൊണ്ടത് ആ ഭാഗം ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. അതായത് ഇമ്മീഡിയറ്റ്ലി സ്കിന്നിനെ ഒന്ന് തണുപ്പിച്ച് ഒന്ന് കൂളാക്കി എടുക്കുക. വെള്ളം കൊണ്ട് നിങ്ങൾ തുണി ഒന്ന് മുക്കിയിട്ട് പിഴിഞ്ഞതിന് ശേഷം ആ ടവൽ വെച്ച് ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് വെച്ചാൽ ശരീരം ഇമ്മീഡിയറ്റ്ലി തണുക്കും. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത്, ശരീരത്തിൻ്റെ ചൂട് വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരവസ്ഥ, ക്ഷീണം, പരവേശം പോലുള്ള പ്രോബ്ലം വന്നാൽ ഇതിനെ മറികടക്കുന്നതിനാണ് ഐസ് പാക്ക്. ഞാൻ മുമ്പ് പ്രിക്ലി ഹീറ്റിനെ പറ്റി, ചൂടുകുരുവിനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഇത് പറഞ്ഞിരുന്നു. ഐസ് പാക്ക് എല്ലാവരും വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുക. അത്യാവശ്യം ഫ്രിഡ്ജിൽ ഇതുണ്ടാവും. ഐസ് പാക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ഐസ് പാക്ക് നേരിട്ട് വയ്ക്കുന്നത്, ഇപ്പോൾ നമ്മൾ കയ്യിൽ കണ്ടിന്യൂസ് പിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സാധാരണ ടവലിൽ ഐസ് പാക്ക് പൊതിഞ്ഞിട്ട്, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളെല്ലാം ഓടിക്കളിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ തളർച്ചയും പരവേശവും വരും. വയസ്സായവരെ ഇത് വളരെയധികം ബാധിക്കും. ഇപ്പോൾ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് തളർന്ന് കിടക്കുന്നതാണ്. ഭയങ്കര തലവേദന, ഇപ്പോഴത്തെ ഹീറ്റ് കാരണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തലവേദന, രാത്രിയായാലും തലവേദന മാറാത്ത ഒരവസ്ഥ, ഉറങ്ങിയാലും മാറാത്ത ഒരവസ്ഥ ഉണ്ടാവും. പിന്നെ മസിൽ പെയിൻ ഉണ്ടാവും. ഇതെല്ലാം ഇപ്പോഴത്തെ ഈ വേനൽ ചൂട് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ ഐസ് പാക്ക് പൊതിഞ്ഞെടുത്തതിന് ശേഷം ശരീരത്തിനെ പെട്ടെന്ന് തണുപ്പിക്കുന്ന ചില സ്പോട്ടുകളുണ്ട്. ആ സ്പോട്ടിൽ നിങ്ങൾ ഈ ഐസ് പാക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ ശരീരം പെട്ടെന്ന് തണുക്കും. ഒന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് നെറ്റിയാണ്. നിങ്ങൾ നെറ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിടിക്കാം. ഈ നമ്മൾ ടവലിൽ പിടിക്കാൻ കാരണം, നമ്മുടെ ഈ ഇതിനകത്ത് ഐസ് പാക്ക് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഈ നല്ല തണുപ്പായിട്ടുള്ളത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ രക്തക്കൊള്ളി ഷ്രിങ്ക് ചെയ്യാനും ടെമ്പറേച്ചർ ഉള്ളിൽ തന്നെ തടഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് വയ്ക്കാൻ പറയുന്നത്. അപ്പോഴേ നമുക്ക് ഒരു പരിധിക്ക് മുകളിലേക്ക് തണുപ്പ് സഡനായിട്ട് എത്തത്തില്ല. ഇത് നെറ്റിയിൽ ഇങ്ങനെ വയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ റിസ്റ്റിൽ നമ്മൾ പൾസ് നോക്കുന്ന സ്ഥലമില്ലേ, റിസ്റ്റ്, ഈ ഒരു ഭാഗം മണിബന്ധം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. കക്ഷത്തിൽ വയ്ക്കുക, അതായത് നമ്മുടെ ആംപിറ്റ്സിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് വയ്ക്കുക. ഇതും വയ്ക്കുക. കഴുത്തിൻ്റെ പുറകു വശം വയ്ക്കുക. കഴുത്തിൻ്റെ പുറകിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക. ഇത്രയും സ്പോട്ടുകളാണ് നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ ഇമ്മീഡിയറ്റ്ലി തണുപ്പിക്കാനായിട്ട് ചെയ്യാൻ പറ്റുക. സപ്പോസ് നിങ്ങളുടെ വീട്ടിൽ ഐസ് പാക്ക് ഇല്ല, അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സാഹചര്യം ഉണ്ടെന്നിരിക്കട്ടെ, ഫ്രിഡ്ജ് ഇല്ലാത്ത ആൾക്കാരില്ലേ, ഒന്നും ചെയ്യേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തുണി മുക്കി പിഴിഞ്ഞതിന് ശേഷം ഈ സ്ഥലങ്ങൾ നെറ്റി തുടയ്ക്കുക, നിങ്ങളുടെ റിസ്റ്റ് കണ്ടിന്യൂസ് തുടയ്ക്കുക, കക്ഷം 2 ഭാഗം തുടയ്ക്കുക, കഴുത്തിൻ്റെ ബാക്ക് തുടയ്ക്കുക. ഇത്രയും ഭാഗം കണ്ടിന്യൂസ് തുടയ്ക്കുകയെന്നുണ്ടെങ്കിൽ ശരീരം പെട്ടെന്ന് തണുത്ത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് വരും. ഇപ്പോഴത്തെ ഈ സീസണിൽ, അതായത് കനത്ത ഈ വെയിൽ, ജൂണിൽ മഴ വരുന്നവരുണ്ടാവും. ആ സമയം വരെ നിർബന്ധമായിട്ടും നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഒരു 12 വയസ്സ് താഴെയുള്ള കുട്ടികൾ, വയസ്സായ ആൾക്കാർ, ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ വെയിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്കുണ്ടാകുന്ന ഹീറ്റ് സ്ട്രോക്കിൻ്റെ സിംറ്റംസിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ പലരും പറയുന്നുണ്ടാവും, കേരളത്തിൽ മാത്രമല്ലല്ലോ ചൂടുള്ളത്, ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ, ഉത്തർപ്രദേശിലൊക്കെ ഭയങ്കര ചൂടല്ലേ, പ്രവാസ ലോകത്ത് നമ്മൾ പൊരി വെയിലത്തല്ലേ പണി ചെയ്യുന്നത്, അവിടെ ഒന്നും ഇല്ലാത്ത എഫക്റ്റ് എന്താ കേരളത്തിലെന്ന് ചോദിക്കും. കേരളത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. നിങ്ങൾക്ക് ഇപ്പം ഗൾഫിലുള്ള പ്രവാസ ലോകത്തെല്ലാം തന്നെ ആൾക്കാർ 50 ഡിഗ്രിയിൽ വർക്ക് ചെയ്തിരുന്നാൽ പോലും അവിടെ ഇത്രയും വേർക്കണമെന്നില്ല. കേരളത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ഈ ഹീറ്റിൻ്റെ എഫക്റ്റ് ഡബിളായിട്ട് അഫക്റ്റ് ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ ഒരു 38 ഡിഗ്രിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും 55 ഡിഗ്രി ചൂടിൽ നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. കേരളത്തിലുള്ള മലയാളികൾക്ക് ഇതത്ര പരിചിതമല്ല. കാരണം ഇവിടെ നമ്മൾ വളരെ കൂളായിട്ട് 28-29 ഡിഗ്രിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, പരിചയമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ എഫക്റ്റ്, ഹീറ്റ് സ്ട്രോക്കിൻ്റെ എഫക്റ്റുകൾ വളരെ കൂടുതലായിരിക്കും. വെറുതെ ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ പുറകെ പോകരുത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. ഇതെല്ലാം മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷനാണത്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.